യേശു കർത്താവ് മനുഷ്യന് വേണ്ടി, മനുഷ്യൻ്റെ കഷ്ടത മാറ്റാൻ വേണ്ടി മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്ന ദൈവം. അവൻ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ നുകം മൃദുവും എൻ്റെ ഭാരം ലഘുവുമാണ്. കർത്താവിൻ്റെക്ക് ആൾക്കാർ വരാത്ത എന്താണ്? സത്യം പറയാൻ എന്താ വരാത്ത? കള്ളുകൂടിയും വരാത്ത, കള്ളുകൂടി നിർത്തുമെന്ന് പറയുന്നത് പേടിച്ചിട്ടാണ്. ലോകപ്രകാരം ജീവിക്കുന്നവൻ വരാത്തത് അവനോട് നോ പറയുമെന്ന് പേടിച്ചിട്ടാണ് പല കാര്യങ്ങളിലും. പക്ഷേ യഥാർത്ഥം എന്താണ്? കർത്താവ് ഒരു യേസിൻ്റെ ദൈവമാണ്. നിർത്താനല്ലേ പറയുന്നത്, അവൻ കുടിക്കാനാണ് പറയുന്നത്. കുടിക്കാൻ അവൻ തരും, ആത്മാവിനെ കുടിക്കാൻ തരും. കഴിക്കാൻ അവൻ തരും, അപ്പം അവൻ തരും, വെള്ളം അവൻ തരും, പ്രൊട്ടക്ഷൻ അവൻ തരും. അപ്പോൾ ഈ നോ ആണ് കർത്താവ് എന്ന് പറഞ്ഞ് വരുത്തുന്നവരാണ് കള്ളനാണ് പറയുന്നത്, ദുഷ്ടനാണ് പറയുന്നത്, പിശാചാണ് പറയുന്നത്. മനുഷ്യൻ ഭാരപ്പെടുന്ന, അധ്വാനിക്കുന്ന സകല വിഷയങ്ങളുടെയും മറുപടിയായിട്ട് അവൻ വന്നിരിക്കുകയാണ്. പക്ഷെ അവൻ പറഞ്ഞ നുകം എന്താണ്? എൻ്റെ നുകം മൃദുവും എൻ്റെ ഭാരം. അപ്പോൾ കർത്താവിൻ്റെ കയ്യിലൊരു നുകമുണ്ട്, അവൻ്റെ കയ്യിലൊരു ഭാരമുണ്ട്. അതെന്താണ്? അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ അവൻ പറയുന്നത്. എന്നെ നോക്കി പഠിക്കേ. എന്നെ അടിച്ചവനെ ഞാൻ തിരിച്ചടിച്ചോ? പീലാത്തോസിനെ വേണേൽ ഭീഷണിപ്പെടുത്താമായിരുന്നു. അല്ല, ഞാൻ ആരാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചോ? ഇല്ല, ആരെയും ഭീഷണിപ്പെടുത്തിയില്ല, ഭാരമേൽപ്പിച്ചു. നിങ്ങളുടെ വിഷയങ്ങളെ കർത്താവിൻ്റെ മേലിടുക. ദൈവം നിങ്ങളുടെ കൂടെ. ഓഫീസിലും കുടുംബത്തിലും സമൂഹത്തിലും നാക്കുകൊണ്ട് ജയിക്കാമെന്ന് വിചാരിക്കണ്ട. മസിൽ പവർ കൊണ്ട് ജയിക്കാനും പോകണ്ട. മണി പവർ നോക്കണ്ട. ക്രിസ്തുവിൽ പരിഹാരമുണ്ട്. അവൻ നമ്മുടെ പ്രാണനെ തണുപ്പിക്കും. നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അതിൻ്റെ പാതയിൽ മരണമില്ല. നീതിമാനാക്കും അവൻ. എന്നിട്ട് ആ വഴിയെ നിങ്ങൾ ഓടിക്കും. അവിടെ ഒരു ഹിൻഡ്രൻസും ഇല്ല, അവിടെ തട്ടി വീഴുകയില്ല. അവിടെ നിങ്ങൾ ജയിക്കും. ചെറിയൊരു കുരിശാ തരുന്നത്, വലിയൊരു ബോണസാ തരുന്നത്, വലിയൊരു നിധിയാ തരുന്നത് പ്രതിഫലമായി.